ആരെല്ലാം എന്തെല്ലാം കാടിളക്കിയാലും ട്രംപ് വിരട്ടിയാലും തങ്ങൾ കൊടുത്ത കേസിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് ദക്ഷിണാഫ്രിക്ക പ്രഖ്യാപിച്ചു. അതിന് പ്രത്യാഘാതങ്ങളുണ്ടാകാം, അനന്തരഫലങ്ങളുണ്ടാവാം. എന്നാൽ ആ പ്രത്യാഘാതങ്ങളും അനന്തരഫലങ്ങളും സഹിക്കാനും നേരിടാനും തങ്ങൾ തയ്യാറാണെന്നും നീതിക്ക് വേണ്ടിയും ലോക സമാധാനത്തിനു വേണ്ടിയുമാണ് ഞങ്ങൾ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കേസിന് പോയതെന്നുമാണ് ദക്ഷിണാഫ്രിക്ക വ്യക്തമാക്കുന്നത്. 2023 ഡിസംബറിലാണ് ദക്ഷിണാഫ്രിക്ക ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അഥവാ ICC ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ കേസ് കൊടുത്തത്. ആ കേസ് കൊടുക്കുന്ന സാഹചര്യത്തിൽ ഗസയിലും ഫലസ്തീനിലും ഇസ്രയേലും സഖ്യകക്ഷികളും ചേർന്ന് നടത്തുന്ന കടുത്ത ആക്രമണത്തിൽ 10,000-കണക്കിന് ആളുകൾ മരണപ്പെടുകയും മുറിവേൽക്കപ്പെടുകയും അവരുടെ വാസസ്ഥലങ്ങളും ആരാധനാലയങ്ങളും അടക്കമുള്ളവ നശിപ്പിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ എല്ലാവരും ഇങ്ങനെ വിറങ്ങലിച്ചു നിൽക്കെയാണ് ദക്ഷിണാഫ്രിക്ക ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അഥവാ ICCയെ സമീപിച്ചത്. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ദക്ഷിണാഫ്രിക്കയുടെ കേസ് ഗൗരവമായി എടുക്കുകയും വിചാരണ നടപടികൾ പൂർത്തിയാക്കി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തു. സൗത്ത് ആഫ്രിക്ക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ജനാധിപത്യവും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും കൊട്ടിഘോഷിക്കുന്ന സ്ഥലമല്ല. എന്നാൽ അവർ ധാർമ്മികതയ്ക്കും നീതിക്കും വേണ്ടി ഉറച്ചു നിന്നു. ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ICCക്ക് നൽകുന്ന സഹായങ്ങളും അതിലെ ജഡ്ജിമാർക്ക് നൽകുന്ന പ്രത്യേക പ്രിവിലേജുകളും ഒക്കെ പിൻവലിച്ചു. ഒക്കച്ചങ്ങായിയായ നെതന്യാഹുവിനെതിരെ വിധി പ്രസ്താവന നടത്തിയതിനോട് ഒരിക്കലും ട്രംപിന് യോജിക്കാനാവില്ല എന്നെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് അന്താരാഷ്ട്ര വേദികളിൽ സംസാരിക്കുന്നതിനും പോകുന്നതിനുമൊക്കെ അറസ്റ്റ് വാറണ്ട് നിൽക്കുമ്പോൾ ഒരുപാട് വിലക്കുണ്ടെങ്കിലും ഫ്രാൻസ് വ്യോമപാത അടക്കം തുറന്നുകൊടുത്ത് യാത്രാ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. ഇതൊക്കെ ഒരു കോമഡി സംവിധാനമാണെങ്കിലും ഈ സംവിധാനത്തോട് കാണിക്കുന്ന അസഹിഷ്ണുതയും അതിനോട് കാണിക്കുന്ന പ്രതികരണങ്ങളും ലോകസമാധാനവും ലോകനീതിയുമൊക്കെ എത്ര വ്യർത്ഥമായ അർത്ഥതലങ്ങളുള്ളതാണെന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നതാണ്. ട്രംപ് അതൊക്കെ ചെയ്തു എന്ന് മാത്രമല്ല, വലിയ കാടിളക്കി ഇപ്പോൾ എന്തോ തരം മാനിയ ബാധിച്ച ആളിനെ പോലെ പെരുമാറുമ്പോൾ ദക്ഷിണാഫ്രിക്കയെയും ഒക്കെ വിരട്ടിയിരുന്നു. എല്ലാ രാജ്യങ്ങളെയും വിലയ്ക്ക് വാങ്ങാനും എല്ലാ രാജ്യങ്ങളുടെ മേലും അധിക തീരുവ ചുമത്തി ലോകത്ത് അമേരിക്ക മാത്രമേ ഉള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം ഉത്തര കൊറിയയുടെ കിം പറഞ്ഞതുപോലെ പൊങ്ങഞ്ചം കാണിച്ച് ബഹളം വെക്കുമ്പോഴാണ് ദക്ഷിണാഫ്രിക്ക തങ്ങളുടെ സ്റ്റാൻഡ് ക്ലിയർ ആണെന്നും അതിൽ നിന്നൊരിക്കലും പിന്മാറില്ലെന്നും തങ്ങൾ കൊടുത്ത കേസ് അതൊരു ധാർമ്മികതയ്ക്കും നീതിക്കും വേണ്ടിയുള്ളതാണെന്നും അനന്തരഫലങ്ങൾ പലതും ഉണ്ടാകാമെന്നും അത് നേരിടാൻ തങ്ങൾ തയ്യാറാണെന്നുമുള്ള പ്രസ്താവനയുമായി വന്നത്. നമ്മൾ സാധാരണ പറയും പോലെ ഈ പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറയുന്നതിന് ഉചിതമാമിതമാണ് ഈ ട്രംപിൻ്റെ പ്രതികരണങ്ങളോട് ലോകം പ്രതികരിച്ചു കാണുന്നത്. ഉക്രൈൻ എന്ന രാജ്യം ഏതായാലും റഷ്യയുടെ ഭാഗമായി തീരുമെന്നൊക്കെയാണ് അതിയാൻ്റെ പ്രസ്താവനകൾ. ദക്ഷിണാഫ്രിക്ക വരട്ടരുതെന്നും വിരട്ടിയാൽ പിന്മാറില്ലെന്നുമുള്ള വാചകമാണ് അവർ കഴിഞ്ഞ ദിവസം ലോകമാധ്യമങ്ങളോടും മറ്റുള്ളവരോടുമൊക്കെ ഉറക്കെ പറഞ്ഞത്. നിലപാട് സ്വീകരിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും അതിൽ നിന്ന് പിന്മാറില്ല എന്ന ആ നിലപാട് ലോകത്തെ അത്ഭുതപ്പെടുത്തി.